അമീബിക് മസ്തിഷ്ക ജ്വരബാധിച്ച് കോഴിക്കോട് പുതിയങ്ങാടി സ്വദേശി സച്ചിദാനന്ദൻ മരിച്ചതിൽ രോഗ ഉറവിടം കണ്ടെത്താനാകാതെ ആരോഗ്യവകുപ്പ്. സച്ചിദാനന്ദൻ വീട്ടിലെ കിണറ്റിൽ നിന്ന് വെള്ളം കോരി കുളിച്ചിട്ടില്ലെന്ന് മകൾ ജിജിന റിപ്പോർട്ടറിനോട് പറഞ്ഞു. ജല അതോറിറ്റിയുടെ വെള്ളമാണ് വീട്ടിൽ ഉപയോഗിക്കുന്നതെന്നും വീട്ടിൽ മറ്റാർക്കും രോഗലക്ഷണങ്ങൾ ഇല്ലെന്നും ജിജിന പറഞ്ഞു. നമുക്കൊന്ന് കേൾക്കാം. ഇല്ല, ഞങ്ങൾ അങ്ങനെ അധികം യൂസ് ചെയ്യലില്ല. കോർപ്പറേഷൻ്റെ വെള്ളം തന്നെയാണ് ഫുള്ളായിട്ട്, ടാങ്കിലൊക്കെ കോർപ്പറേഷൻ്റെ വെള്ളം തന്നെയാണ് ആക്കൽ. ഇടയ്ക്കൊന്ന് എനിക്ക് 1-2 മാസം മുമ്പ് ഇടയ്ക്കൊന്ന് കോർപ്പറേഷൻ വെള്ളം ഇല്ലാണ്ടായപ്പോൾ ജസ്റ്റ് ഒന്ന് ഇട്ടിട്ടുണ്ടായിരുന്നു ടാങ്കിലൊക്കെ മോട്ടർ വെച്ച്. അങ്ങനെ ഇടയ്ക്ക് ഞാൻ ചെയ്യാറുണ്ട്. അച്ഛനാണ് ബ്ലീച്ചിങ് ഇടുന്ന കിണറുമാണ്. ബ്ലീച്ചിങ് ഇടലുണ്ട്, ഇടയ്ക്ക് വെള്ളം ഒന്ന് വറ്റിക്കലുണ്ട്. ആൾ റീഫ്രഷ് ഒക്കെ ചെയ്തൊന്ന് ഇങ്ങനെ ഇടയ്ക്ക് കലക്കുന്നൊക്കെ ചെയ്യുന്ന ആളാണ്. ഇല്ല, അച്ഛനങ്ങനെ പുറത്തു പോകാത്ത ആളാണ്. വൈകുന്നേരം മാത്രം ഒന്നൊരു ഇവിടെ കോയാറോട് ഒരു ചായക്കടയിൽ മാത്രമേ പോവുള്ളൂ. പിന്നെ അപ്പം തന്നെ അങ്ങ് തിരിച്ചു വരികയും ചെയ്യും. 27-ാം തീയതി എന്നെ അറിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ മാസം 27-ാം തീയതി ബേബി എന്ന് പറഞ്ഞിട്ടുണ്ട് ഇതാണെന്നുള്ളത്. വീട്ടിൽ വേറെ ആർക്കും പനിയൊന്നുമില്ലല്ലോ? ഇല്ല, വേറെ ആയിരിക്കും. ഞങ്ങൾക്ക് ആർക്കും അങ്ങനെ വേറെ ഒരു ബുദ്ധിമുട്ടുണ്ടായില്ല. അച്ഛന് മാത്രം. അതെങ്ങനെയാണെന്ന് അറിയില്ല. ഇതിൻ്റെ റിസൾട്ട് വന്നിട്ടുണ്ടോ എന്നുള്ളത് അറിയില്ല. സുനോയ് തോമസ് ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി. സുനോയ് തോമസ്, അമീബിക് മസ്തിഷ്ക ജ്വരത്തിന്റെ ഉറവിടം കണ്ടെത്താനാവാത്തത് വല്ലാതെ കുഴയ്ക്കുന്നുണ്ട്. ഇപ്പോൾ ഈ കേസിലും അങ്ങനെ തന്നെയാണ് സംഭവിക്കുന്നത്. സച്ചിദാനന്ദനാവട്ടെ വീട്ടിലെ കിണറ്റിൽ നിന്ന് പോലും വെള്ളം കോരി കുളിച്ചിട്ടില്ല എന്നാണ് മകൾ പറയുന്നത്. കൂടുതൽ ആശങ്കയായി മാറുകയാണ്. ഇത് എവിടെ നിന്ന് വന്നു എന്നത് ഇപ്പോഴും നിശ്ചയിക്കാനാവുന്നില്ല, അല്ലേ സിനോജ്? അരുകുമാർ, തീർച്ചയായിട്ടും ജനങ്ങൾക്ക് ആശങ്കയുണ്ട്. കാരണം ആരോഗ്യ വകുപ്പ് പറയുന്നത് കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലാണ് അമീബ വളരുക. അതുകൊണ്ട് കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ ഇറങ്ങി കുളിക്കുന്നത്, നീന്തുന്നതൊക്കെ തന്നെ ഒഴിവാക്കണമെന്ന് കഴിഞ്ഞ വർഷം മുതൽ തന്നെ ആരോഗ്യ വകുപ്പ് പറയുന്നതാണ്. കഴിഞ്ഞ വർഷം 201 പേർക്ക് രോഗം ബാധിക്കുന്നു, 47 പേർ മരിക്കുന്നു. പക്ഷേ അതിൽ ഭൂരിഭാഗം സ്ഥലത്തും അതിൻ്റെ രോഗ ഉറവിടം ഒരു സ്ഥിരീകരണത്തിലേക്ക് പോകാൻ ആരോഗ്യ വകുപ്പിന് സാധിച്ചിരുന്നില്ല. കോഴിക്കോട് ഒരു നവജാത ശിശു ഉൾപ്പെടെ ഈ രോഗം ബാധിച്ച് മരിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതായത് വീട്ടിലെ കിണറ്റിൽ നിന്നല്ലാതെ ആ കുഞ്ഞിനെ കുളിപ്പിക്കാൻ വെള്ളം വന്ന് എടുത്തിട്ടും ഉണ്ടായിരുന്നില്ല. അതേപോലെ തന്നെയാണ് സച്ചിദാനന്ദൻ. 72 വയസ്സുള്ള മനുഷ്യനാണ്. വൈകിട്ട് ചായ കുടിക്കാൻ മാത്രം പുറത്തേക്ക് പോകുന്ന മനുഷ്യനാണ്. വീട്ടിൽ മാത്രമുള്ള ആളാണ്. ഏതായാലും ആരോഗ്യവകുപ്പ് ഈ കിണറ്റിലെ വെള്ളത്തിൻ്റെ സാമ്പിളും വീടിൻ്റെ മുകളിലുള്ള ടാങ്കിലെ വെള്ളത്തിലെ സാമ്പിളൊക്കെ തന്നെ ശേഖരിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. അതിൻ്റെ റിസൾട്ട് കിട്ടേണ്ടതുണ്ട്. ആ കിണറിലെ വെള്ളത്തിൽ നിന്ന് അവർ കുളിക്കാറില്ലെന്നാണ് വീട്ടുകാർ പറയുന്നത്. ഇനി ഏതെങ്കിലും സാഹചര്യത്തിൽ വീട്ടുകാർ കാണാതെ ആ കിണർ വെള്ളം കോരി അദ്ദേഹം മുഖം കഴുകുകയോ മറ്റോ ചെയ്തോ ഒന്നും ആർക്കും അറിയില്ല. ഏതായാലും ആ വെള്ളത്തിൻ്റെ പരിശോധന ഫലം കിട്ടേണ്ടതുണ്ട്. അതുമാത്രമല്ല, കഴിഞ്ഞ വർഷം മുഖ്യമന്ത്രിയൊക്കെ തന്നെ നിർദ്ദേശപ്രകാരം കഴിഞ്ഞ വർഷം ഈ ജസ്റ്റ് ഒരു 5 മാസം മുൻപ് കഴിഞ്ഞ ഓഗസ്റ്റ് മാസത്തിൽ ഉൾപ്പെടെ സൂപ്പർ ക്ലോറിനേഷൻ കിണറുകളിലൊക്കെ തന്നെ കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗം ചെയ്യുകയും ചെയ്തതാണ്. അതുകൂടാതെ ഈ വീട്ടുകാർ തന്നെ ക്ലോറിനേഷനൊക്കെ തന്നെ നടത്തിയതാണ്. അതുകൊണ്ട് തന്നെ ഈ കാര്യവുമായി ബന്ധപ്പെട്ട് ജനങ്ങൾക്ക് പല സ്ഥലത്തും ആശങ്കയുണ്ട്. അതിൽ ഒരു വ്യക്തത വരുത്തേണ്ടത്, ആശങ്ക മാറ്റേണ്ടത് ആരോഗ്യവകുപ്പിൻ്റെ ഒരു ഇടപെടൽ കൂടിയാണ്. കാരണം ഇത് ഏത് ജലത്തിൽ നിന്നാണ് രോഗം വരുന്നത്, എന്തൊക്കെ മുൻകരുതലുകൾ ഈ വിഷയത്തിൽ സ്വീകരിക്കണം. പ്രത്യേകിച്ച് ഈ വേനൽക്കാലമാണ് വരാൻ പോകുന്നത്. ജലാശയങ്ങളൊക്കെ തന്നെ വെള്ളം കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. കിണറുകളിലൊക്കെ തന്നെ വെള്ളം താഴ്ന്നു തുടങ്ങിയിട്ടുണ്ട്. വെള്ളം കെട്ടിക്കിടക്കുന്ന സാഹചര്യം വർദ്ധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ രോഗം ഇനിയും വരാനുള്ള സാധ്യത കൂടുതലാണ്. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് കഴിഞ്ഞ വർഷമാണ് ഏറ്റവും കൂടുതൽ രോഗികൾ ഈ വിഷയത്തിൽ ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി വരും വർഷങ്ങളിലും ഇത് കൂടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ആരോഗ്യവകുപ്പ് കൃത്യമായൊരു നിർദ്ദേശം ഈ വിഷയത്തിൽ ജനങ്ങൾക്ക് നൽകുന്നത് നല്ലതായിരിക്കും. അനുകുമാർ, താങ്ക് യു. സിനോജാണ് വിവരങ്ങൾ നൽകിയത്.